തൃക്കാക്കരയിലെ 2020 സ്ഥാനാർത്ഥി അഖിൽ മാരാർക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയും നടനുമായ രമേശ് പിഷാരടി. അഖിൽ ഇന്ന് പറയുന്നതിനൊന്നും മറുപടി പറയേണ്ടതില്ലെന്നും 2 വർഷം കാത്തിരുന്ന ശേഷം അഖിൽ അതുതന്നെയാണോ പറയുന്നതെന്ന് ഉറപ്പിച്ചിട്ടേ മറുപടി പറയാവൂ എന്നും രമേശ് പിഷാരടി പരിഹസിക്കുകയും ചെയ്തു. ഇന്നലെ വരെ ലാഭം മാത്രം നോക്കി ജീവിച്ച പിഷാരടി വീണ്ടും ലാഭം കൊയ്യാനാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. രമേശ് പിഷാരടിയുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു അഖിൽ മാരാരുടെ പരാമർശമുണ്ടായത്. പിഷാരടിയും അഖിൽ മാരാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഖിൽ ഒരു നിലവാരമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റ്. പിഷാരടി നാളിതുവരെ ഒരു ജനകീയ വിഷയങ്ങളിലും നേരിട്ട് ഇടപെട്ടിട്ടില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ല. സ്വന്തം കാര്യം നോക്കി കോടികൾ സമ്പാദിച്ചു. ജീവിതവും കുടുംബവും സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് തന്നാൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. ഭരണം കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയിൽ MLA ആയി മാറി ഒരേ സമയം മമ്മൂക്കയുടെ താല്പര്യവും അതേസമയം ആൻഡോ ജോസഫിന്റെ താല്പര്യവും സംരക്ഷിച്ച് സിനിമാ മേഖലയിൽ തുടർന്നും സജീവമായി പോകാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് മാരാർ പറഞ്ഞത്. പിന്നീട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് ചില കാര്യങ്ങളും മാരാർ പറഞ്ഞിരുന്നു. അഖിൽ മാരാർ 2012 മുതൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. നിരവധി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. നിരവധി സമരങ്ങൾ നടത്തി. അക്കാലത്ത് മാത്രം 13 കേസുകളുണ്ടായി. CPM ആക്രമണത്തിൽ തല തകർക്കപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരനായിരുന്നു. സ്വതന്ത്രനായി ഇടതുകോട്ടയിൽ മത്സരിച്ച് 1500 വോട്ടുകൾ നേടി. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. 2 തവണ വധശ്രമത്തിന് ഇരയായ വാദിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തമായി അധിക്ഷേപിക്കുന്ന ഒരു താത്വിക അവലോകനം എന്ന സിനിമ എടുത്തു. നാടിനു വേണ്ടി പിണറായി വിജയനെയും സർക്കാരിനെയും ശക്തമായ ഭാഷയിൽ എതിർത്തു. വീണ്ടും കേസുകളിൽ അങ്ങനെ പ്രതിയായി. ഇതൊക്കെയാണ് അഖിൽ മാരാർ സ്വയം പുകഴ്ത്തുന്നത്. അതിനാണ് രമേശ് പിഷാരടി ഇപ്പോൾ മറുപടി നൽകിയത്. അഖിൽ ചിലപ്പോൾ എന്നെക്കാളും ഇളയ ആളായിരിക്കും. അഖിൽ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. സമയമില്ല. എന്നെക്കുറിച്ച് കുറ്റങ്ങളായിരിക്കുമല്ലോ അഖിൽ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും അഖിൽ തന്നെ തിരുത്തി പറയും. അദ്ദേഹം ഇന്ന് പറയുന്നതിനൊന്നും നമ്മളിപ്പോൾ മറുപടി പറയരുത്. ഒരാഴ്ച കഴിയുമ്പോൾ അത് തിരുത്തി പറയും. 2 വർഷം കാത്തിരിക്കണം. എന്നിട്ടും അഖിൽ അതുതന്നെയാണോ പറയുന്നതെന്ന് ഉറപ്പിച്ചിട്ടേ നമ്മൾ മറുപടി പറയാവൂ. ഇതാണ് രമേശ് പിഷാരടി പറഞ്ഞത്. കൃത്യമായ ആവശ്യമായ ഒരു മറുപടി തന്നെയാണ് അഖിൽ മാരാർക്ക് പിഷാരടി നൽകിയത്. ഈ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ അധികപ്പെട്ടാണെങ്കിലും ഇവർ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. രമേശ് പിഷാരടി സ്വന്തം കഴിവുകൊണ്ട് നിലനിന്ന ഒരു കലാകാരനാണ്. മിമിക്രിയിൽ തുടങ്ങി സിനിമാ സംവിധാനം വരെ എത്തി. അപാരമായ നർമ്മബോധവുമുണ്ട്. ഏത് വിഷയമായാലും വ്യക്തമായ ഒരു നിലപാട്. ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, എന്നാലും അതിൽ ഉറച്ചു നിൽക്കും. ഏറെ കാലമായി ഒരേ രാഷ്ട്രീയ നിലപാടിൽ നിൽക്കുന്ന ആളാണ്. എക്കാലവും പിഷാരടി കോൺഗ്രസ് അനുഭാവിയാണ്. അഖിൽ മാരാർ എന്നയാൾ സീറ്റ് കിട്ടാൻ ഏതാണ്ട് എല്ലാ പാർട്ടികളെയും പുകഴ്ത്തി പറഞ്ഞ ഒരാളാണ്. നേതാക്കളെ മുഖസ്തുതി പറഞ്ഞു നടന്നു. പിന്നാലെ നടന്ന് വീട്ടിൽ പോയി കണ്ടു. അവസാനം സീറ്റ് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ BJPയുടെ മുന്നിലേക്കെത്തി. നേരിട്ട് ആ വാതിൽ തുറന്ന് കയറാൻ ചളിപ്പുള്ളതുകൊണ്ട് കിറ്റക്സ് കൊണ്ട് തലയിലിട്ട് പതിയെ അകത്ത് കയറി. പിഷാരടി എന്തായാലും പാലക്കാട് നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അഖിൽ മാരാർ ബിഗ് ബോസിൽ കിട്ടിയ SMS വോട്ടുകളുടെ പ്രതീക്ഷയുമായി തൃക്കാക്കരയിൽ അലയുന്നുണ്ട്. എല്ലാം അറിയുന്ന ആളായതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ടും ചിലപ്പോൾ പുള്ളിക്ക് നേരത്തെ അറിയാനാണ് സാധ്യത. ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ കുറ്റക്സ് ലുങ്കി അഴിച്ചു മാറ്റി കാവ്യ എടുക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്.